എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ചായി വീഡിയോ ഒക്കെ എടുത്തിട്ട്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ കസിൻ്റെ ബേബിൻ്റെ നെയിമിങ്ങും അതുപോലെ മുടി കളിച്ചിലാണ്. കുഞ്ഞു കുട്ടികളെ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ മുടി വെട്ടല്ലോ, ഫസ്റ്റായിട്ട് മുടി വെട്ടും. അപ്പോൾ ആ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കയറിയപ്പോൾ തന്നെ നല്ല ഭംഗിയിൽ റൂമൊക്കെ അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. ഡ്രസ്സിലായാലും അവൻ്റെ പേരൊക്കെ നല്ല ഇതിൽ എഴുതി വെച്ച് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ കുട്ടിയുടെ പേര് പറഞ്ഞാൽ മുഹമ്മദ് യാമിൻ ഇൽഹാം എന്നാണ്. നല്ല രസമുണ്ട് പേരും കേൾക്കാൻ. പിന്നെ കുറേ ആൾക്കാർ വന്നിരുന്നു, ഡ്രസ്സൊക്കെ കുറേ ഉണ്ടായിരുന്നു കിട്ടിയിരുന്നു. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ നിന്ന്. രാവിലെ പിന്നെ ഫുഡൊന്നും അങ്ങനെ വല്ലാണ്ട് കഴിച്ചിട്ടില്ലേന്ന്, നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഇഷ്യൂ ഒന്ന് ബേജാറാക്കി, ആളെ കാണുന്നില്ല. പിന്നെ ഈ ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പേടിയുള്ള കുട്ടികളൊക്കെ കാണാതായാൽ. പിന്നെ അവിടെ നിന്നൊക്കെ അതിനെ കിട്ടി തപ്പി പിടിച്ച് കൊണ്ടുവന്ന് ആളിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി എത്തിക്കാണ്. ഫുഡൊക്കെ നല്ല രസമുണ്ടായിരുന്നു, നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ കാർഡിൽ ഇങ്ങനെ മിഠായി വെച്ചിട്ടുള്ള സംഭവം എനിക്കിഷ്ടമായി. പൂക്കൊക്കെ പറഞ്ഞ് അവിടുന്ന് ഇറങ്ങി. പിന്നെ ഉമ്മാൻ്റെ വീട്ടിലേക്ക് ഇവിടുന്ന് പോകാൻ കുറച്ചേ ഉള്ളൂ കേട്ടോ. കല്യാണം കഴിച്ച് നടത്തുന്നതാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും ലവ് മാരേജാണ്, പക്ഷെ അല്ല ഗൈസ്, അറേഞ്ച്ഡാണ്, പക്ക അറേഞ്ച്ഡ് മാരേജാണ്. പക്ഷെ അടുത്താണ്. അപ്പം നമ്മൾ രസമായിട്ട് ഇങ്ങനെ പോകാമെന്ന് വരുമ്പോൾ നമ്മൾ വണ്ടിമേലെ വന്നിരുന്നത്. പോകുമ്പോൾ എല്ലാവരും പറഞ്ഞ രസമാണല്ലോ സംസാരിച്ചിങ്ങനെ പോകാൻ. അപ്പം ഞങ്ങളങ്ങനെ ഇറങ്ങി. പിന്നെ എല്ലാവരും കൂടി കൂടുമ്പോൾ രസമാണല്ലോ എന്ത് കാര്യമാണെങ്കിലും. പിന്നെ ഇതൊക്കെ എൻ്റെ അമ്മൂമ്മേരെ വൈഫ്, കസിൻസ്, പിന്നെ ഓരോ മക്കൾ എല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാവരും ഫോട്ടോ എടുക്കുന്ന തിരക്കിലൊക്കെയാണ്. അപ്പോൾ എല്ലാവരും നല്ല സപ്പോർട്ട് കേട്ടോ. നമ്മൾ വീഡിയോ ഇങ്ങനെ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ആയിക്കോട്ടെ എടുത്തോന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഭയങ്കര കട്ട സപ്പോർട്ട് ചെയ്തിരുന്നു. നല്ല രസമാണ്. എല്ലാവരും കൂടിയാൽ തന്നെ ഭയങ്കര രസമാണ്. പിന്നെ നമ്മൾ ഫോട്ടോ വീഡിയോസൊക്കെ എടുത്ത് കാണും. പിന്നെ നമ്മൾ വീട്ടിൽ പോവാണ്. അപ്പോൾ വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഉമ്മച്ചിക്ക് അറിവൊന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഉമ്മ പറഞ്ഞു, കുറേ നിങ്ങളെ പേരൊക്കെ കണ്ടിട്ട്, ഞാനുണ്ട് നിങ്ങളെ പേരേക്ക്, കുറേ അതിലിപ്പോൾ കണ്ടിട്ട് എന്ന് പറഞ്ഞാണ് ഇപ്പോൾ ആ പോകുന്നത്. അപ്പോൾ ഞാനും വിചാരിച്ചിരുന്നു ഞാനും കൂടെ പോകാമെന്ന്. ഇപ്പോൾ താത്താൻ്റെ വീട് കുറച്ച് ഉള്ളോട്ടേക്കാണ്. ഞങ്ങളിങ്ങനെ രസമായിട്ട് ഇങ്ങനെ നടന്ന് നല്ല രസമുണ്ടായിരുന്നു സ്ഥലം കാണാൻ. എന്താ പറയുക, തൊഴുത്ത് കാര്യങ്ങൾ, പിന്നെ കുറേ മരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ സ്ഥലങ്ങൾ. പണ്ട് ഞങ്ങൾ കുട്ടാൻ വന്നീനാളാ കുട്ടാൻ വന്നീനത്. അമ്മയ്യാളൊക്കെ അമ്മയ്യാളാമേ ആ തകരെ അമ്മയിലക്കടെ അതരാ അതിന്റെ കാണാതെ വന്നിട്ട് ആൾക്കാര് അപ്പോൾ ഇതാണ് ആ താത്താൻ്റെ വീട്. ചെറിയ വീട്, പക്ഷെ രസമുണ്ട് കാണാൻ. എനിക്ക് ഇഷ്ടപ്പെട്ടു ഇങ്ങനത്തെ വീടൊക്കെ. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ച് ഈ റൂം മാത്രമേ ഉള്ളൂ എന്നാണ്. കാരണം ഉള്ളോട്ടേക്ക് ഒരിത് ഞാൻ കണ്ടില്ല. അപ്പോൾ ഞാൻ ചോദിച്ച് ഇതിൻ്റെ ഉള്ളിലുണ്ടോയെന്ന്. അപ്പോൾ എനിക്ക് ലൈറ്റൊക്കെ ഇട്ട് കാണിച്ചു തരാനുണ്ട്, ഉള്ളിലുണ്ട് പറഞ്ഞാണ്ട്. പിന്നെ അവിടെ പോയി ഒറ്റം വെക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് സൗണ്ടൊക്കെ കേൾക്കുന്നു. പിന്നെ ഞാൻ ചോദിച്ചതാണ് ഇവിടെ ആ റൂം മാത്രമേ ഉള്ളൂന്ന്. പക്ഷേ നിങ്ങൾ കണ്ടില്ല താത്ത പറഞ്ഞത്. ഞാൻ ചോദിച്ചതിന് ശേഷം പിന്നെ ഞാൻ അതിൻ്റെ ഉള്ളിൽ പോയി കണ്ട്. അവിടെ കോഴി ബിരിയാണിയൊക്കെ വെച്ചിട്ട് കോഴിക്കുട്ടിയുടെ സൗണ്ടൊക്കെ ഉണ്ട്, കേൾക്കുന്നുണ്ട്. അത് പറഞ്ഞു എന്നോട്. ചെറിയ വീടാണെങ്കിലും കാണാൻ രസമൊക്കെ ഉണ്ട് കേട്ടോ. എനിക്കിഷ്ടപ്പെട്ട്. എനിക്ക് ഇങ്ങനത്തെ സ്ഥലങ്ങൾ അവിടെ എന്താ പറയുക, കുറേ മരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമുള്ള സ്ഥലങ്ങളാണ്. പ്രത്യേകിച്ച് എനിക്ക് ഇങ്ങനത്തെ സ്ഥലങ്ങൾ ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങാടിയിലാണ്. എൻ്റെ വീടിൻ്റെ അപ്പുറത്തൊക്കെ കുറേ വീടും റോഡും വണ്ടീൻ്റെ സൗണ്ട് അങ്ങനെയൊക്കെയാണ്. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ നല്ല രസമുണ്ട്. എൻ്റെ അമ്മാൻ്റെ വീട് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. പിന്നെ നമ്മളങ്ങനെ വീട്ടിൽ തിരിച്ചു പോകുന്ന ഇടയിൽ കൂടെ പൂവിനെ കിട്ടി. അപ്പോൾ പൂവി ഞങ്ങളെ കാണാഞ്ഞിട്ട് വന്നതാണ് മറ്റാൾ. അങ്ങനെ ഞാനും അമ്മയും കൂടി അതിൽ കയറി. അടുത്താണ് വീട്. അപ്പം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനി വീട്ടിൽ പോയിട്ട് വേണം സുഖമായിട്ടൊന്ന് കിടന്നുറങ്ങാൻ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി ടാറ്റ ബൈ, സീ യു.